ഇന്ന് ഇവിടെ ഞാൻ നിനക്ക് വേറെ കുറെ സർപ്രൈസ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് മോളെ. സർപ്രൈസ്? അതായത് കുറച്ച് കഴിയുമ്പോ ഈ ഹോട്ടലിലെ ലൈറ്റ് ഒക്കെ ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്യും. ആ സമയത്ത് ഞാൻ ഇവിടെ മെഴുകുതി കത്തിക്കും. അങ്ങനെ കത്തിയിരിക്കുന്ന മെഴുകുതിയുടെ നടുക്കിരുന്ന് നമ്മൾ തിന്നും. കൊള്ളൂലെന്നാ? അതല്ല പറഞ്ഞത്. ഈ മെഴുകുതിരി വെട്ടുണ്ടല്ലോ, ഈ മെഴുകുതിരി വെട്ടത്തിരുന്ന് നമ്മൾ ഡിന്നർ കഴിക്കൂന്ന്. ഡിന്നർ അല്ലെന്ന്, ഡിന്നർ അത്താഴം കഴിക്കുന്നാണ് പറഞ്ഞത്. ആ അങ്ങനെ മെഴുകുതിരി വെട്ടത്തിന് നടുക്കിരുന്ന് നീ ഞാനും കൂടി അത്താഴം കഴിക്കുമ്പോ നിനക്ക് എന്നോട് ഇതൊക്കെ തോന്നുകയല്ലേ? എനിക്ക് എന്ത് തോന്നാൻ? എല്ലാ ദിവസവും മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിരുന്നിട്ട് പഴങ്കഞ്ഞി ബ്ലാക്കം കുടിക്കണ എന്ത് ഭാഷ ബ്ലാക്ക് ബ്ലാക്ക് എന്നൊക്കെ? അത് പഴങ്കഞ്ഞി എന്റെ വാരിക്ക് കുതിർന്നിട്ട് അങ്ങനെ പോയതാണ്. അയ്യോ എന്തൊരു കഷ്ടമെന്ന് പറ. വരേണ്ട എന്ത് പ്ലാൻ വേണോ? പ്ലാമാ? അതല്ല പ്ലങ്ക് വായില് കൂത്തി വന്നിട്ട് അവിടെ ഇരുന്നിട്ടൊക്കെ കഴിക്കട്ടാ. ഞാൻ മുഖം കഴുകിട്ട് വരാം. അവിടെ ഇരുന്ന് കഴിക്കും. ഒരു മുട്ടക്ക് വെള്ളപ്പം ചോദിച്ചിട്ട് എത്ര നേരാണ്? ഒരു കട്ടൻ നേരം ഇവിടെ ആരുമില്ലേ? എന്താ എത്ര നേരം ചോദിച്ചിട്ട് ഉമ്മാര് തന്നില്ലല്ലോ. നിന്റെ നാട്ടിലെ കുട്ടമ്മച്ചാന്റെ തട്ടുകടല്ലത്, 5 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ ഒരു മുട്ട പപ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടാണ് 20 മിനിറ്റ് പിടിക്കാമോ? അതിന്റെ പൊടി തട്ടിക്കളെ 1 മണിക്കൂർ പിടിക്കും. അത് വിട്, സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തോണ്ടിരിക്കുക കേട്ടാ. നാണം കെടുത്തരുത്. സ്റ്റാൻഡേർഡ് 5 സ്റ്റാർ ഹോട്ടലാന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റാറും ഇല്ലല്ലോ ക്രിസ്മസ് ആയിട്ട്. അതെ 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 കേടിക്കമ്പനിയുടെ മുതലാളി MD കണ്ണഞ്ചിയാണ് സംസാരിക്കുന്നത്. കാളാഞ്ചി അല്ല, കണ്ണഞ്ചി. യെസ്. നോ നോ നോ. യെസ്. നോ. സ്നോ. നോയോ? സോറി, ഞാൻ ഇവിടെ പറഞ്ഞതാ. കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, അതുകൊണ്ടാ. നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. ഞാൻ ഇച്ചിരി ബിസി ആയിരുന്നു, അതുകൊണ്ടാ. പറയൂ. ഞാനെന്താ പറയുന്നത്? കൊള്ളാം. അതുകൊണ്ട് ഇന്ന് മുംബൈയിലേക്ക് പോകുമ്പോ ഞാൻ കൂടെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഡൽഹിയിൽ കയറ്റുമതി ചെയ്യും. പിന്നെ പിന്നെ വിഷമിക്കണ്ട. മാർവാടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ OLX ഇട്ട് ഞാൻ അങ്ങ് വിൽക്കും. കാണാൻ ഇച്ചിരി പഴമയൊക്കെ ഉണ്ടെങ്കിലും നമുക്കുള്ള ചില്ലറൊക്കെ മതിയേ. എങ്ങനെയാണ് അഭിപ്രായം? പറ. ഒരു മിനിറ്റ്, ആംബുലൻസ് വന്നൊന്ന് പറത്തിച്ചോട്ടെ. എന്താണ്? അവൻ അഭിപ്രായം ഞാൻ കൊടുത്തേക്കാട്ടാ. എടാ തെണ്ടി, നീ എന്റെ പെണ്ണിനോ. ഗുഡ് മോർണിംഗ് സാർ. ബാഡ് മോർണിംഗ്. ഇതാണ് എന്റെ കമ്പനിയിലെ MD. ഇങ്ങനെ അടുത്ത് കള്ളം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്ന് മിണ്ടാണ്ടിരി. നീന്താ അവിടെ? അത് ഇവിടെ അല്ല, സ്വിമ്മിംഗ് പൂൾ അപ്പുറത്താണ്. സ്വിമ്മിംഗ് പൂളോ? നീന്തട ഇവിടെ പറഞ്ഞു. നീ എന്ത് പറഞ്ഞാടാ ഉദയ എടുത്തത്? അമ്മൂമ്മ മരിച്ചൊന്നും പറഞ്ഞു. സാറെന്താണ് ഇവിടെ? അല്ല, ഞാനൊരു മരിപ്പിന് വന്നതാ. ആരുടെ മരിപ്പ്? നിന്റെ അമ്മൂമ്മയുടെ. പോണില്ലേ? പോണില്ല, ബോഡി വരട്ടെ എന്നിട്ട് പോവാ. അല്ല, കുളിപ്പിക്കാൻ കൊണ്ടേക്കാണ്. സാരമില്ല, വരട്ടടാ. കുളിപ്പിച്ച് കർമ്മങ്ങളാ ഞാൻ ചെയ്ത് അവര് പുനർജനിച്ചതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഓരോരോ കള്ളം പറഞ്ഞിട്ട് വന്നിട്ടേ. മിസ്റ്റർ എന്ത് മിച്ചറല്ല, മിസ്റ്റർ എന്ന് പറഞ്ഞാണ്. നീ മിണ്ടാണ്ടിരിക്കും. സാറ് പറ. സർവറല്ല, സാറ് പറയാൻ. ഓരോരോ കള്ളം പറഞ്ഞ് എന്റെ അടുത്ത് പോയിട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളുമായിട്ട് കറങ്ങി നടക്കും അല്ലടാ നീ. ആരാന്ന്? കിഷോർ വർമ്മ. യവനാ? മണി കണ്ടോ? മണി കണ്ടോ? 2 മണിയായി. 2 മണി. ഒരു മിനിറ്റ് ചോദിക്കട്ടെ സാറേ, ഞാൻ ഇവളും കൂടി ഒന്ന് പാർക്കിൽ പോയിക്കോട്ടെ. ലീവ് വരാൻ പറ്റുമോ? നീ എങ്ങും പോണ്ട. ഈ പെണ്ണ് ഏതാടാ? പെങ്ങളൂട്ടിയാ. പെങ്ങളൂട്ടി ഊട്ടിയിലോ അമേരിക്കയിലോ കൊടൈക്കലോ അല്ലേ എവിടെയെങ്കിലും പോട്ടെ. ഈ പെണ്ണ് ഏതാന്ന് പറയടാ. എന്റെ പെങ്ങളാ. കിഷോർ, ഞാൻ നിങ്ങളുടെ കാമുകയാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലല്ലേ? ഇങ്ങോട്ട് മാറിക്കേ. അതെ, ഞങ്ങ അങ്ങാട്ടും ഇങ്ങാട്ടും പ്രേമോട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായല്ലോ? പറ. ഞങ്ങ അങ്ങാട്ടും ഇങ്ങാട്ടും പ്രേമോട് നിങ്ങൾക്ക് എന്താണ്? അങ്ങാട്ടും ഇങ്ങാട്ടുവാ. ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമത്തിലാണ്. നിങ്ങൾക്ക് എന്താണ്? അതാണ് അവള് പറഞ്ഞത്. എന്ത് ഭാഷയാണത്? അതെ, ഞങ്ങ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങളാണ് അങ്ങനെയൊക്കെ പറയണത്. അത് പറ, അതുകൊണ്ടായിരിക്കും. പറഞ്ഞേ. എടാ, ഞാൻ അങ്ങാട്ടൊരു മെയിൽ അയച്ചില്ലേ, ഇനി നിങ്ങൾ ഇങ്ങോട്ടൊരു മെയിൽ അയക്കി. 2 മിനിറ്റ് വന്നില്ല, അതിനു മുമ്പ് സാറ് ഇവളുടെ റൂട്ടിലേക്ക് വന്ന്. എടാ, നീ ഒരൊറ്റ എഴുത്തം കാരണം മേലുദ്യോഗസ്ഥന്മാരുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത്രക്ക് ടഫ് ചോദ്യമാണ് അവര് ചോദിക്കണ. അല്ല, ഉത്തരം മുട്ടി നീ ഇതിനെ ലേലം വിളിച്ചു വല്ല എടുത്താ? കോമാളി തന്നെ വിളിച്ചാ എന്നെ കോട്ടിട്ട കോമാളി. MD ആണ്. എനിക്കെന്താ?
സാറെന്തിനാ ഈ കോട്ടക്കൂരി കളണത്? കോട്ടിട്ട ഇവളുടെ നിലവാരത്തിനൊത്ത് വരാൻ പറ്റിയല്ല. ഇനി കുഴപ്പമില്ല, പറ 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 പറ. സാറേ ഞാൻ നാളെ വന്ന് കമ്പനി ജോയിൻ ചെയ്തോളാം. വേണ്ടടാ, നീ ജോയിൻ ചെയ്യണ്ട. എടാ നീ ഒറ്റ ഒരുത്തം കാരണം അമേരിക്കൻ കമ്പനി വരെ പൂട്ടിപ്പോയി. ആണോ? എന്തിന് അമേരിക്ക, കാനഡ, ജർമ്മനി, നാഗാലാൻഡ്, വീഗാലാൻഡ്, എന്തിന് കേരളത്തിലെ കമ്പനി വരെ നീ കാരണം തള്ള. അയ്യോ ഇയാളെന്തൊരു തള്ളാണോ തള്ളി മറിക്കണം. തള്ള ആര് തള്ളിയത്? താൻ തന്നെ ഒന്ന് പാടാടുന്ന്. അത് സാറേ ഒരു പരിപ്പുയുടെ ബലത്തിൽ ഞാൻ വീഴ്ത്തിയ പെണ്ണാണത്. പരിപ്പുവടയുടെ ബലത്തിലൊക്കെ ഇത് നിൽക്കുവോടാ? ഒരു അവരോസം കൂടി പഞ്ചാരട്ടി വെച്ചിട്ട് ആരാണ് ഒന്നും തരാത്തത്. പരിപ്പുവടയുടെ ബലത്തിൽ നിൽക്കും. എടാ, ഇത് നിൽക്കൂ ഇത്. സാറേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാളെ വന്ന് ജോയിൻ ചെയ്തോളാം. സാറേ എന്റെ പ്രാരാബ്ദങ്ങൾ അറിയാലോ സാറേ. വേണ്ട, നീ ജോയിൻ ചെയ്യണ്ട. ജോയിൻ ചെയ്യണ്ടതാ? ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇത് പറഞ്ഞ കേട്ടോ എന്നെ ജോലിന്ന് പിരിച്ചു വിട്ടെന്ന്. ഇയാക്കടെ ജോലി പോണെങ്കിൽ ഞങ്ങൾ പോട്ടത്. അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് പോട്ടെന്നാ. ഇങ്ങോട്ട് വാ, ഞാൻ പറയാം. അത് പറ. എന്റെ കിഷോർ ഇഷ്ടപ്പെട്ട മറ്റേ ജോലിയില്ലേ, ISRO ഒരു റോക്കറ്റ് വിടണ പണി, നമുക്ക് അതിന് പോകാൻ ഞാൻ വരച്ചുവിട്ട് എത്തിച്ചേരാം. എന്ത് ജോലി? ISRO ഒരു റോക്കറ്റ് വിടണ പണി. യമനോ, ഇതാരും ഇല്ലല്ലേ ഇവിടെ ഒന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഇന്നലെ ആകാശത്തൂടെ ഒരു റോക്കറ്റ് പോയപ്പം ദേ സാറേ പുക തൂർന്ന കിളി പോന്നെന്ന് പറഞ്ഞവനാണ് ഈ നിൽക്കുന്നവൻ. ഇവൻ ISRO സാറേ ഇവളങ്ങനെ പലതും പറയും. ISRO ജോലി വേണ്ട, നമ്മുടെ കമ്പനിയിൽ ജോലി പറ്റിയിരിക്കും. തരൂല. തരൂലെന്നോ? എടാ, ഒരു മനുഷ്യ ശരീരത്തിന് പറ്റുന്ന ജോലിക്കാ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ജോലിക്ക് നീ പറ്റിയവനല്ല. അല്ല ഇയാളെ എന്നിട്ട് കോട്ട സൂട്ടും വലിച്ചെത്തിപ്പുണ്ടല്ലോ ഇവിടെ. സാറേ എന്റെ കാമുകിയുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കല്ലേ. എടാ, എന്റെ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കരുത് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കണം. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പോണത്? എന്റെ കിഷോറിന് ഇത്ര നേരിട്ടും മനസ്സിലായില്ലേ? ഇത്ര സുന്ദരിയായ എന്നെ കിഷോറിന് കിട്ടിയില്ലേ? അതിന്റെ കുശുംബാണിയാക്കി കുശുംബ മോറ കുശുംബ. സയ്യാവേ സയ്യാവേ സയ്യാവേ. എനിക്കെന്ത് കുശുമ്പ്? ഞാൻ പെണ്ണൊക്കെ കെട്ടി നല്ല അന്തസ്സായിട്ട് ജീവിച്ച ഒരു മനുഷ്യരല്ലായിരുന്നു. അതിന് സാറ് ഡിവോഴ്സ് ചെയ്തില്ലേ? ഞാൻ ഡിവോഴ്സ് ചെയ്തു. എന്ത് കാര്യത്തിനാണ് സാറ് ഡിവോഴ്സ് ചെയ്തത്? എന്ത് കാര്യത്തിനാണ്? ഞാൻ ഒരു നമ്പർ പറയാം, അത് ഡയൽ ചെയ്തേ. പറ. 86 86 91 91 16 13 16. ഇത് മേഡത്തിന്റെ നമ്പർ അല്ലേ? ഇന്നലെ ഫോൺ എടുത്ത നിന്റെ വരെ അവളുടെ നമ്പർ. പിന്നെ ഞാൻ എങ്ങനെ അവളെ ഡൈവേഴ്സ് ചെയ്തിരിക്കൂടാ? പിന്നെ കണ്ട കള്ളനാണ്. കിഷോറിന്റെ കയ്യില് ഒറ്റ പെണ്ണുങ്ങളുടെ നമ്പറിലെന്നിട്ട് ഇതിപ്പോ കണ്ട. കാര്യമില്ല, എന്റെ ഭാര്യയുടെ നമ്പർ അല്ലേ? അതൊക്കെ പെണ്ണല്ലേ? ഇയാളത് പോണോ? ഇയാളെ കൊണ്ട് ഞാൻ തോറ്റല്ല. വാച്ചല്ലോന്നോ? തോറ്റല്ലാന്ന്. ആരാടാ 5 സ്റ്റാർ ഹോട്ടലിൽ മാറത്തന്നെ വളർത്തുന്നത്? അവള് വരണതാ. കീർത്തി എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. കീർത്തി കരയല്ല, ഒന്ന് തീർന്നു നോക്ക് പോ. അയ്യേ പക്സ്. കരയാൻ വേണ്ടി കുനിഞ്ഞല്ലായിരുന്നു, തിന്നാൻ വേണ്ടി കുനിഞ്ഞായിരുന്നു. അയ്യോ ഇറക്കാൻ പറ്റുള്ള പതുക്കെ ഇറക്കിയാ മതി കേട്ടോ, പതുക്കെ ഇറക്കിയാ മതി. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞേ? കീർത്തി. ആർത്തി. അത് മതി, അതാ ചേരുന്ന പേര്. എനിക്കില്ലേ സന്തോഷം വന്നാലും സങ്കടം വന്നാലും അപ്പ വിശക്കും. അപ്പൊ വിശക്കണ്ടാ ആ കാട്ടിയെ അതിന് തിന്നൊരു അക്ഷരം ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്റെ ജോലിയുടെ കാര്യം തീരുമാനം ഞാൻ സാറേ ഞാൻ ആറ്റുനോറ്റ് കഷ്ടപ്പെട്ട് കണ്ടെത്തിയ പെണ്ണാണ്. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് കിട്ടിയ പെണ്ണത്. അത് കാണുമ്പോഴേ മനസ്സിലാക്കും ഒരുപാട് തെണ്ട് നടന്നിട്ട് കിട്ടിയ പെണ്ണാണ്. അങ്ങനെയല്ലെന്ന്. ഇപ്പൊ ഞങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോ കല്യാണം കഴിക്കും. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ഈ ജോലി ഇല്ലാന്നുണ്ടെങ്കിലല്ല ഞങ്ങൾ പട്ടി കിടന്ന് ചാവും സാർ. അതുകൊണ്ട് ആ ജോലി താ. ഞങ്ങൾ ഓഫീസിലെ സ്റ്റാഫുകളുടെ കൺകണ്ട ദൈവമാണ് സാറ്. ബിസിനസ് മാഗ്നറ്റ് ആണ് സാറ്. ഞങ്ങൾ ഓഫീസ് തൊഴിലാളികളെ വയറ്റത്തടിക്കാത്ത സാറാണ് സാറ്. ഞാൻ നേരത്തെ പിരിച്ചുവിടുന്ന വിശ്വസിച്ചായിരുന്നു. ചുമ്മാ പറഞ്ഞാന്നേ. പിന്നല്ലേ നീ വെളുക്കണ കേട്ടോ. നീ ജോലിക്ക് കയറിക്കോ. നാളെ വരട്ടെ. നാളെ വരണ്ടോ? നിങ്ങളിപ്പോ സെറ്റ് ആയതല്ലോ. 2 ദിവസമൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ജോലിക്ക് കയറിയാൽ മതി. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും. യു ആർ ഇന്റലിജന്റ്. താങ്ക് യു സാർ. ഇത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ എന്തിനാണ് നീ എന്തിനാണ് സാറിന് ഇപ്പൊ തല്ലിയത്? ജോലി പറഞ്ഞു വിട്ടില്ലേ? അത് തല്ലിയതല്ല, തോളി തട്ടിട്ട് യു ആർ ബ്രില്യന്റ് എന്ന് പറഞ്ഞാണ്.